എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ ഫിഷിങ്ങിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളിന്ന് മറ്റേനെ പ്രതീക്ഷിച്ച് ഇന്നിവിടെ വന്നതാണ്. അപ്പം ഇന്ന് നമ്മുടെ ഷാനെ പുള്ളി ഒരു റോഡൊക്കെ മേടിച്ച് നമ്മൾ സെറ്റപ്പാക്കി. അപ്പം ഇതാണ് നമ്മുടെ ഷാൻ. അപ്പൊ ഷാൻ പിടിച്ച ഒരു 15 കിലോ വലിപ്പമുള്ള ഒരു ഷാർക്കാണ് ഈ കിടക്കുന്നത്. ഇതേണ്ട, ഈ ഷാർക്ക് ഒരു 15 കിലോ പൊക്കം വരുന്നുണ്ട്. നമ്മുടെ ഷാൻ പിടിച്ചതാണ്. ഇതേണ്ട, എൻ്റെ ഹൈറ്റ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവനെ എങ്ങനെയാണ് പിടിച്ചതെന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കൂടി ഞാൻ പറയാം. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റോഡ് നമ്മുടെ ദൈവയുടെ സീബോസ് 11 ഫൂട്ടിൻ്റെ റോഡാണത്. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം ഈ റോഡ് മാർക്കറ്റിംഗ് ചെയ്ത ആൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല എല്ലാവരും മേടിച്ച് ഉപയോഗിക്കാൻ പറയില്ല. കാരണം ഈ റോഡ് ഞങ്ങൾ ഉപയോഗിച്ചതിൽ ഞാനും ഹാപ്പിയാണ്, ഷാനും ഹാപ്പിയാണ്. അപ്പം ഈ റോഡ് 11 ഫൂട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സീനിയർ ലെവലിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ജൂനിയർ ലെവലിലുള്ള ആളുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റോഡാണത്. അപ്പം ഈ റോഡിൻ്റെ ആക്ഷനും അതുപോലെ തന്നെ ഉള്ള ബാക്കി ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ഈ വീഡിയോസിലുണ്ട്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരയ്ക്കും കാണാം. പിന്നെ അത് മാത്രമല്ല, ഈ ഞാനെടുത്ത വീഡിയോയുടെ ബാക്കി നമ്മുടെ ഷാൻ്റെ ചാനലായിട്ടുള്ള ക്രിയേറ്റീവ് ആംഗ്ലേഴ്സിൻ്റെ ചാനലിൽ ബാക്കി വീഡിയോസ് ഉണ്ടാവും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും അവിടെ പോയിട്ട് ബാച്ച് ചെയ്യാൻ പറ്റും. പുള്ളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇതാണ് ആ റോഡ്, 11 ഫൂട്ടിൻ്റെ റോഡാണ്. ഇതാണ് ആ റോഡ്. ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. അപ്പം എന്നാലും ഇതാണ് ആ റോഡ്, 11 ഫൂട്ടിൻ്റെ റോഡാണ്. രണ്ട് മോഡലാണുള്ളത്. 110XH-ഉം 110MH-ഉം. MH-ന്റെ 30 to 60 ഗ്രാമാണ് ലൂർ വെയിറ്റ്. ഇതിന്റെ ലൂർ വെയിറ്റ് വരുന്നത് ഹെവി റോഡാണ്. 60 to 150 ഗ്രാം ലൂർ വെയിറ്റ്. ലൈൻ വെയിറ്റ് 10 to 20 kg. P3 റേഞ്ചിലുള്ള ലൈൻ റേറ്റിംഗ് ആണ്. ലോങ് കാസ്റ്റിംഗ് ആണ്. മെയിനായിട്ട് ഡെഡ് ലിഫ്റ്റ് അല്ല, നമ്മൾ ഫിഷോടുള്ള ഫൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇതാണ്. അതിന്റെ വീഡിയോസ് അഭിലാഷ് ഏട്ടന്റെ ചാനലിൽ കുറച്ചും എൻ്റെ ചാനലിൽ ബാക്കിയുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന റീല് നമ്മുടെ ദൈവയുടെ BGMQ. ഇതാണ് BGMQ 6000D. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം സമയം ഏകദേശം ഒരു 4:45 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കുറച്ച് ഡാർക്ക് ഉണ്ട്. എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ അടിക്കാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു സമയം കഴിഞ്ഞാൽ അജാനമായ ചൂടാണ് ഇവിടെ. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. നമ്മുടെ ഇവന് വട്ടടിച്ചിരിക്കുകയാണ്. നല്ല സ്ട്രൈക്ക്, ഇതാണ്ടോ, നല്ല സ്ട്രൈക്കാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഷാന് ഒരു നല്ല സ്ട്രൈക്ക്. നല്ല സ്ട്രൈക്കാണ് ഇട്ടിരിക്കുന്നത്. വളരെ സ്ലോ കേറ്റാൻ റെഡിയാവും. ആ അതെ, എൻ്റെ ഇതതിൻ്റെ മേലെ കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷാർക്ക് കട നല്ല ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ രണ്ടാളുടെ ലൈൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലാഷ് ആയി. പക്ഷെ കെട്ട് കുടുങ്ങാനുള്ള ഒരു ചാൻസ് ഞങ്ങൾ ലൈനിന് കൊടുത്തിട്ടില്ല. അതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ലൈൻ പക്ഷേ
പയ്യെ കയറ്റിയാൽ മതി, കുഴപ്പമില്ല കുഴപ്പമില്ല, അത് ഞാൻ നോക്കാം. റീഫിനകത്ത് തട്ടില്ലയോ? ഓക്കെ. ഇല്ല കുഴപ്പമില്ല, നീ എടുത്തോ. ഇപ്പോൾ ഓക്കെ അല്ലേ? അങ്ങോട്ട് പോകേണ്ടി വരും ഞാൻ. ഓ ചെല്ല് അങ്ങോട്ട് പോയിക്കോ. നമ്മുടെ പറ്റില്ല. പറ്റിയാണോ? പൊക്ക്. ഷാർക്കാണ് അത്, ഷാർക്ക് അടിച്ചത്. കേറ്റ്. ഷാർക്കാണ്, പറ്റില്ല, ഷാർക്ക് അടിച്ചിരിക്കുന്നത്. ഉണ്ടോ? ഷാർക്കാണ്. ആ കേറ്റ്. മറ്റേ പ്രതീക്ഷയാണ് വന്നത്. ഓക്കെ, അത് കടിക്കൂട്ടോ. അതിൻ്റെ വാലെ പിടിക്കും. ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ നിൽക്ക്. ഞാൻ കേട്ടോ. ആ വിട്ടു. ഡ്രാഗിന് പിടി, ഡ്രാഗ് കേട്ടോ. ആ വേണ്ട, ഒന്ന് ലൂസാക്ക ഡ്രാഗ്. ഷാർക്ക് അടിച്ചിരിക്കുകയാണ് നമുക്ക്. വിട്. ഇനി കയറ്റി. കടിക്കും. ആട് കയറ്റിട്ട് ഇതാ നമ്മുടെ ഷാർക്കിന്. അവിടെ കാലം പിടിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഒരു മിനിറ്റ്, ഇപ്പൊ ഭയങ്കര പവറാ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു ഫിഷിംഗ് എപ്പിസോഡുമായിട്ട് അതിവേഗം നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.